നമ്മുടെ ശരീരത്തിൽ എസെൻഷ്യലായി ഉണ്ടാക്കേണ്ടുന്ന ഉൽപ്പാദിപ്പിക്കേണ്ടുന്ന 4 ഹോർമോണുകളുണ്ട്. അത് വ്യായാമത്തിലൂടെ മാത്രം കിട്ടുന്ന ഹോർമോണുകളാണ്, ചിരിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഹോർമോണുകളാണ്. അത് ഏതാണെന്ന് അറിയാമോ? അതിനെയാണ് നമ്മൾ പറയുക നമ്മളുടെ സന്തോഷം ഉണ്ടാക്കുന്ന ഹോർമോണുകൾ. ഏതൊരു വ്യക്തിയിലാണോ സന്തോഷത്തിന്റെ ഹോർമോണുകൾ കൂടുതലായിട്ടുള്ളത്, അവർ ജീവിതത്തിൽ കഷ്ടപ്പെട്ടെന്ന് അറിയിച്ചു മരിക്കേണ്ടി വരില്ല. അവർ വളരെ ഹാപ്പി ആയിരിക്കും. ഏതാണ് ഈ ഹോർമോണുകൾ എന്നറിയാമോ? ഇതൊന്നും നമ്മൾ ഒരുപക്ഷെ പാഠ്യ വിഷയത്തിൽ നമ്മളുടെ മാഷന്മാരും നമ്മുടെ ടീച്ചർമാരൊന്നും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ഈ ഹാപ്പി ഹോർമോൺസ് എന്താണ് ഒരുപക്ഷെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. നമ്മളത് അത്ര ഒരു സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല. ഞാൻ മാഷന്മാരെ താഴ്ത്തി പറയല്ല കേട്ടോ, സോറിയാ. ഈ അധ്യാപന വിഷയത്തിനകത്ത് നമുക്ക് ഒരുപക്ഷെ ഈ പറയുന്ന ഹാപ്പി ഹോർമോൺസിനെ കുറിച്ച് എത്ര പേർക്കറിയാം? ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ ആൻഡ് എൻഡോർഫിൻ. ഡോസ് എന്നാണ് അതിനെ ഓർത്ത് വെക്കാൻ എളുപ്പം. ഈ 4 ഹോർമോൺ നമുക്ക് വളരെ എസെൻഷ്യൽ ആണ്. അതിനകത്ത് ഡോപ്പമിൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത് ഒരു അഡിക്റ്റീവ് ആണ്. ശരിക്കും പറഞ്ഞാൽ അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ എന്തെങ്കിലും ഒരു അഡിക്ഷനിലേക്ക് നമ്മൾ പോകണം. ചില ആളുകൾക്ക് കാപ്പി കുടിച്ചാൽ അത് കിട്ടും, ചില ആളുകൾക്ക് സിഗരറ്റ് വലിച്ചാൽ കിട്ടും, ചില ആളുകൾക്ക് 2 പെഗ് അടിച്ചാൽ കിട്ടും. അങ്ങനെ കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഡോപ്പമിൻ. ഈ ഡോപ്പമിൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും സസ്റ്റനൻസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഡോപ്പമിൻ ഉണ്ടാക്കുന്നതെങ്കിൽ അതൊരു ദോഷത്തിലേക്ക് പോകും. കാരണം നിങ്ങൾ അതിന് അടിമയായി പോകും. മദ്യത്തിനകത്ത് നിങ്ങളിപ്പോൾ ആദ്യം 2 പെഗ് അടിക്കും, അന്നേരം കുറച്ച് സന്തോഷം ഉണ്ടാവും. അത് കഴിയുമ്പോൾ നമ്മുടെ ബുദ്ധി പറയും പോരാ, ഒരു 2 എന്നുള്ളത് 3 ആകും, 3 4 ആകും, പിന്നെ അടിച്ച് പൂപ്പിറ്റിയായി, ഡോപ്പമിനും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രധാന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുക, എക്സസൈസുകൾ ചെയ്യുക. എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിൻ ഉണ്ടാവും. അടുത്തതാണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ ഇതുപോലെ തന്നെ നമുക്ക് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഹോർമോണാണ്. ഈ ഓക്സിറ്റോസിൻ നമുക്ക് എങ്ങനെ ഉണ്ടാവുക? ഓക്സിറ്റോസിൻ ഒരു ലവ് ഹോർമോണാണ്. നമ്മൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ആളുകളെ തോളത്ത് കൈയിട്ട് നടക്കാൻ പറ്റുന്ന സൗഹൃദങ്ങൾ ഉണ്ടാവുമ്പോൾ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ അറബ് രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അറബികൾ കണ്ട ഉടനെ ഇങ്ങനെ ഹഗ് ചെയ്യും, കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? അങ്ങനെ ഹഗ് ചെയ്യുന്ന സമയത്തൊക്കെ അവരിൽ ഈ ഓക്സിറ്റോസിൻ ഹോർമോൺ ഉണ്ടാവും. നമ്മൾ ഷെയ്ക്കൻ കൊടുക്കുക, നമ്മളൊരാളെ കാണുമ്പോൾ അവരെ ഷെയ്ക്കൻ കൊടുക്കുക, ആളുകളെ ചേർത്ത് നിർത്തുക. ഇപ്പൊ അമ്മ തന്റെ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെക്കുമ്പം മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അവരിൽ പാല് ഡിസ്ക്രീറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഹോർമോൺ ഉണ്ടാവുന്നതാണ്. അടുത്താണ് സെറോട്ടോണിൻ. സെറോട്ടോണിൻ എങ്ങനെ ഉണ്ടാവുക? സെറോട്ടോണിൻ ശരിക്കും പറഞ്ഞാൽ സെറോട്ടോണിൻ കുറവുള്ള ആളുകൾ വളരെ ഡിപ്രസ്ഡ് ആയിരിക്കും. ഇവിടെ ആരെങ്കിലും ഒക്കെ അതുപോലെ ചിരിക്കാൻ വൈമുഖ്യത കാണിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിലൊക്കെ ഒരു എന്താ പറയാ ഒരു ഇഷ്ടമില്ലാത്ത ആളുകൾ, ഇപ്പോൾ ഒതുങ്ങിക്കൂടി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളിലൊക്കെ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ അവരിൽ ഈ പറഞ്ഞിരിക്കുന്ന സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവ് വളരെ കുറവായിരിക്കും. അങ്ങനെ അവർക്ക് കൊടുക്കുന്ന പല മെഡിസിൻസിലും ഈ സെറോട്ടോണിൻ എന്താ പറയുക ബൂസ്റ്റേഴ്സ് ആയ മെഡിസിൻസ് ആണ് കൊടുക്കുക. അപ്പൊ സെറോട്ടോണിൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? നമ്മൾക്ക് എക്സസൈസ്, യോഗ പോലുള്ള സംഭവങ്ങൾ, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി വെക്കാൻ പറ്റുക. എന്തെങ്കിലുമൊക്കെ ഒരു അക്വേറിയം നമ്മുടെ വീടുകളിൽ ഉണ്ടാവുക, അതുപോലെ എന്തെങ്കിലും പൂച്ചെടികളോ പൂന്തോട്ടമോ അതുപോലെ എന്തെങ്കിലുമൊക്കെ പെറ്റുകളെയൊക്കെ വളർത്തുക. പെറ്റ് എന്ന് പറയാൻ നമുക്കറിയാലോ അല്ലേ? നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന പൂച്ച, നായ പോലെയുള്ള സംഭവത്തിനൊക്കെ വളർത്തി കഴിഞ്ഞാൽ അതിനെ കുഞ്ചിക്കുകയും ലാളിക്കുകയും തീറ്റ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ഈ സെറോട്ടോണിൻ. അവസാനമാണ് എൻഡോർഫിൻ. എൻഡോർഫിൻ ഒരു വേദന സംഹാരിയാണ്. ഈ വേദന സംഹാരി ആയ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് വേദനകൾ ഉണ്ടാക്കാന്ന് വെച്ചാൽ നമുക്ക് ചിരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ചിരിക്കാൻ പറ്റുന്ന ഒരവസരവും നമ്മൾ മിസ്സാക്കരുത്. തമാശ പടങ്ങൾ കാണുകയും തമാശ കേൾക്കുകയും ചെയ്യുമ്പോൾ ചിരിക്കാൻ തോന്നുകയാണെങ്കിൽ പൊട്ടിച്ചിരിക്കുക. ഈ പൊട്ടിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഹോർമോണാണ് ഈ പറഞ്ഞ എൻഡോർഫിൻ. ഈ എൻഡോർഫിനും ഓക്സിറ്റോസിനും ഡോപ്പമിനും ഒക്കെ ശരീരത്തിൽ കറക്റ്റ് ആയിട്ടുള്ള നിലയിലുള്ള ആളുകൾക്ക് രോഗങ്ങൾ വളരെ കുറവായിരിക്കും. ഇനി അഥവാ വന്നാൽ തന്നെ ചെറിയ ചെറിയ അസുഖങ്ങളായിരിക്കും. പക്ഷെ ഇവിടെയുള്ള ആളുകൾ പലപ്പോഴും ചിരിക്കാൻ വൈമുഖ്യത കാണിക്കാറുണ്ട് അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾക്ക് മറ്റൊരാളോട് ചിരിക്കുമ്പോൾ എന്തോ ഒരു കുറച്ചിൽ പോലെയാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് ഇടപെടുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു എന്താ പറയുക ഒതുങ്ങിക്കൂടി ഞാൻ ഒരു കാര്യത്തിനും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വലിയ വീടുണ്ടാക്കും. ആ വീടിന്റെ മുറ്റത്ത് നമ്മളൊരു വലിയ മതിലൊക്കെ കെട്ടി ഒരു വലിയ ഗേറ്റൊക്കെ വെച്ച് നമ്മളായി നമ്മുടെ ലോകമായി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നത്തെ കാലം ജീവിക്കുന്നത്. അതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്? നമ്മളുടെ ആശുപത്രികളൊക്കെ ഇങ്ങനെ നിറച്ച് രോഗികളായി മാറണത്.